തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ ഇന്ത്യ മുന്നണി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതിച്ചെടുത്ത് എൽ.ഡി.എഫും യു.ഡി.എഫും. ഇതോടെ എൽ.ഡി.എഫിന് 3 യു.ഡി.എഫിന് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കും. ജനഹിതമാണ് അട്ടിമറിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ് കുറ്റപ്പെടുത്തി. ഈ മാസം 9-നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ധനകാര്യമൊഴികെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഇന്ത്യ മുന്നണി പങ്കിട്ടെടുക്കുകയായിരുന്നു. വികസനകാര്യം, ക്ഷേമകാര്യം, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എൽ.ഡി.എഫിനും പൊതുമരാമത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ യു.ഡി.എഫിനും ലഭിക്കും. ഇരുമുന്നണികളും ചേർന്ന് ജനഹിതമാണ് അട്ടിമറിച്ചിരിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് കുറ്റപ്പെടുത്തി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ജനഹിതം അട്ടിമറിക്കാനാണ് വി.ഡി. സതീശൻ്റെയും പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഈ തൃപ്പൂണിത്തുറയുടെ ജനതയെ വീണ്ടും വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷവും ഇടതും വലതും ചേർന്നുള്ള ഒക്കച്ചങ്ങായി ഭരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ബി.ജെ.പി. എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റി പരിധിയിൽ നിന്ന് ജയിച്ച ബി.ജെ.പി. കൗൺസിലർമാർക്ക് തൃപ്പൂണിത്തുറയിൽ സ്വീകരണം നൽകി. സീതാറാം കല്യാണ മണ്ഡപത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ഷൈജു അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, എ. അനൂപ്, കെ.വി.എസ്. ഹരിദാസ്, പി.ആർ. ശിവശങ്കരൻ, ടി.പി. സിന്ധുമോൾ എന്നിവർ പങ്കെടുത്തു. 43 അംഗങ്ങളാണ് സിറ്റി ജില്ലാ പരിധിയിൽ ബി.ജെ.പി. പ്രതിനിധികളായി വിജയിച്ചത്. ജനം, കൊച്ചി.